എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് കഴിഞ്ഞ ആഴ്ച വളരെ നല്ലൊരാഴ്ചയായിരുന്നു. ജപ്പാൻ ഒഴികെ എല്ലാ മാർക്കറ്റുകളും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു, അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു, ചൈനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു, യൂറോപ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. ജാപ്പനീസ് മാർക്കറ്റുകൾ മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ന്യൂസ് ഫ്ലോസ്, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിന് കാരണം. അമേരിക്കയിലെ മെയ് മാസത്തെ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ വന്നിരുന്നു, ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ജോബ് ക്രിയേഷൻ ഡാറ്റയും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിരുന്നു. വീണ്ടും S&P 500 6000-ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് മറ്റ് ഇൻഡെക്സുകൾക്കും അമേരിക്കൻ മാർക്കറ്റിൽ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ടെക്നോളജി സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറാണ്. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലൊക്കെ പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റ് കഴിഞ്ഞ ആഴ്ചയിൽ വെള്ളിയാഴ്ച പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $473.34 പെർ ഷെയറാണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തത്. $470.38 പെർ ഷെയറാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.5 ട്രില്യൺ ആണ്. എൻവിഡിയയുടെ $3.46 ട്രില്യൺ ആണ്. ആപ്പിളിൻ്റെ $3.05 ട്രില്യൺ ആണ്. 3 കമ്പനികളാണ് ഇപ്പോൾ $3 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് ക്ലബിലുള്ളത്. തീർച്ചയായിട്ടും മൈക്രോസോഫ്റ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും മൈക്രോസോഫ്റ്റ് മുന്നേറും എന്നുള്ളൊരു കാര്യമാണ്. ഇനി അമേരിക്കയിലെ ചൈനയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള താരിഫ് റിലേറ്റഡ് ഡിസ്കഷൻസ് ആരംഭിക്കുകയാണ്. ഇത് ലണ്ടനിലാണ് ഡിസ്കഷൻ ആരംഭിക്കാൻ പോകുന്നത്. നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഇപ്പോഴത്തെ ഇൻഡിക്കേഷൻസ് അനുസരിച്ച് അമേരിക്കയും ചൈനയും തമ്മിൽ താരിഫ് റിലേറ്റഡ് കാര്യങ്ങളിലൊരു ഒത്തുതീർപ്പിലെത്താനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് അമേരിക്കൻ മാർക്കറ്റിനും അതുപോലെ തന്നെ മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ. അതോടൊപ്പം തന്നെ നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ കമോഡിറ്റികളും വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ട് തന്നെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് $3311.67 പെർ ഔൺസ് ആണ്. അതേസമയം കമോഡിറ്റികളിൽ ഏറ്റവും കൂടുതൽ റാലി നടത്തിയിട്ടുള്ളത് സിൽവറാണ്. വീക്ക് ടു വീക്ക് അറൗണ്ട് 10% ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കോപ്പറും ബെറ്ററാണ്. എല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജനറലി സിൽവർ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ്. 2 കാര്യങ്ങളാണ് ഇനി പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഗോൾഡ് സിൽവർ റേഷ്യോ നോക്കുകയാണെങ്കിൽ നോർമലി അത് 70 ആണ്. ഇപ്പോഴത്തെ റേഷ്യോ 92 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗോൾഡ് സിൽവർ റേഷ്യോ 70-ലേക്ക് താഴെ വരികയാണെങ്കിൽ സിൽവറിൻ്റെ പ്രൈസ് കൂടണം, അല്ലെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസ് താഴെ വരണം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗോൾഡിൻ്റെ പ്രൈസ് താഴെ വരാൻ സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ സിൽവർ മുന്നേറാൻ ാണ് ചാൻസസ് കൂടുതൽ. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലെല്ലാം തന്നെ സൂചിപ്പിച്ചിരുന്നു അടുത്ത ദിവസങ്ങളിൽ സിൽവർ മുന്നേറുന്നുള്ള കാര്യം. അത്തരത്തിലുള്ളൊരു ഇവൻ്റ് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ മെറ്റൽ എന്നുള്ള രീതിയിൽ സിൽവറിന് വീണ്ടും ഡിമാൻഡ് കൂടുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കമോഡിറ്റി നല്ല രീതിയിൽ അക്യുമുലേഷൻ നടക്കുന്നു കോപ്പറാണ്. വലിയ രീതിയിലുള്ള അക്യുമുലേഷനാണ് കോപ്പറിൽ നടക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ 2 കമോഡിറ്റികളും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ $3404 പെർ ഔൺസ് വരെ ഉയർന്നിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വീക്ക് ടു വീക്ക് ബെറ്റർ തന്നെയാണ്. ഗോൾഡ് ETF ഇൻഫ്ലോ ഡാറ്റ വന്നിരുന്നു. യൂറോപ്പിലൊഴികെ മറ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ സ്ലൈറ്റ് ഔട്ട്ഫ്ലോസ് ഉണ്ട്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടിയാണ്. പക്ഷേ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയൊക്കെ ആയിട്ടാണ് ഗോൾഡ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വേൾഡ് ഗോൾഡ് കൗൺസിലിൽ നിന്ന് വരാനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ഗ്ലോബൽ ന്യൂസുകൾക്ക് അനുസരിച്ചുള്ളൊരു മൂവ്മെൻ്റാണ് നമ്മൾ ഗോൾഡിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. സിൽവർ വീണ്ടും മുന്നേറും, അതുപോലെ തന്നെ കോപ്പറും വീണ്ടും മുന്നേറും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. ഇന്ത്യൻ റുപ്പി വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 85.68 രൂപ പെർ ഡോളറാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ റുപ്പീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ RBI ഡിസിഷൻസ് അതുപോലെ തന്നെ മറ്റ് ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ് ഒക്കെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും
RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് വലിയ രീതിയിലുള്ള ഒരു ഉത്തേജനം നൽകിയിട്ടുള്ളത്. ഈ ആഴ്ചയിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും. RBI റെപ്പോ റേറ്റ് 0.5% ആണ് കട്ട് ചെയ്തിരുന്നത്. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് 0.25% ആയിരുന്നു. അതോടൊപ്പം തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്യാഷ് റിസർവ് റേഷ്യോ CRR 1% കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ബാങ്കിങ് സിസ്റ്റത്തിൽ 2.5 ലക്ഷം കോടി രൂപയുടെ എക്സസ് ലിക്വിഡിറ്റി വന്ന് ചേരുകയാണ്. തീർച്ചയായിട്ടും കാപെക്സ് സ്പെൻഡിങ്ങിന് അതുപോലെ തന്നെ മറ്റ് കോർപ്പറേറ്റ് സ്പെൻഡിങ്ങിനൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് 0.5% കുറയുന്നത് പൊതുവെ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ മറ്റ് കോർപ്പറേറ്റുകൾക്കൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രൊവാക്റ്റീവ് മെഷേഴ്സാണ് ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്ത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഒപ്പം നമ്മൾ Q4 റിസൾട്ടുകൾ അനലൈസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇയർ ടു ഇയർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ Q4 കഴിഞ്ഞ ധനകാര്യ വർഷത്തെ Q4 നിഫ്റ്റി EPS അറൗണ്ട് 5% ആണ് ഗ്രോത്ത് കാണിച്ചിരുന്നത്. എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ഡൗൺ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഗ്രോത്ത് ആയിരുന്നു. പക്ഷേ പോസിറ്റീവ് ഗ്രോത്ത് ആണ്. അതോടൊപ്പം തന്നെ മറ്റ് പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി EPS ഈ വർഷം അറൗണ്ട് 10 to 12% കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പൊതുവെ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂവിലും. ഓഫ് കോഴ്സ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ഓഹരികൾ അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനൊക്കെ ഹയർ ലെവലിൽ പ്രീമിയം ലെവലിൽ തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ ഈ പ്രീമിയം വാല്യുവേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ മാർക്കറ്റുകൾ സേഫ് അല്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പല യൂറോപ്യൻ അനലിസ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർക്കറ്റ്. ഒപ്പം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് അമേരിക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ള ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും കൂടി നമ്മുടെ മാർക്കറ്റിൽ അടുത്ത മാസങ്ങളിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം നമ്മുടെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഒപ്പം ഡൊമസ്റ്റിക് ഫണ്ടുകളും കൂടി തന്നെയാണ്. ഈ രണ്ട് കാറ്റഗറിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനേക്കാളും കൂടുതലാണ് ഈ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ സ്റ്റോക്കുകളിൽ ഹോൾഡ് ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഈ ന്യൂസുകളെല്ലാം. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ MCX ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് SEBI അനുമതി കൊടുത്തിട്ടുണ്ട്. MCXൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ അറൗണ്ട് 7200 ലെവലിലൊക്കെയാണ്. EPS നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ധനകാര്യ വർഷം 109.82 ആണ്. അങ്ങനെ നോക്കുമ്പോൾ PE റേഷ്യോ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ PEയിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ ഇലക്ട്രിസിറ്റി ഫ്യൂച്ചേഴ്സും കൂടി MCXൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും MCXനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇത് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. സ്റ്റാർ ലിങ്കിന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഇനീഷ്യൽ ലൈസൻസ് കൊടുത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും 890 രൂപ പെർ മന്ത് ആയിട്ട് സ്റ്റാർ ലിങ്ക് ഇന്ത്യയിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അഗ്രസീവ് പ്രൈസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റാർ ലിങ്ക് ആയിട്ട് അലയൻസിലുള്ള റിലയൻസ്, ഭാരതി എയർടെൽ ഈ കമ്പനികളുടെ സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ലോങ് റണ്ണിൽ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം ബജാജ് ഓട്ടോ ഫ്രീഡം എന്ന് പറയുന്ന ഒരു CNG ബൈക്കൊക്കെ ലോഞ്ച് ചെയ്യുന്നിരുന്നു. വളരെ നല്ല പെർഫോമൻസും ഹ്യൂജ് ഡിമാൻഡാണ് ഈ ബൈക്കിലുള്ളത്. ബജാജ് ഓട്ടോനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. പക്ഷേ ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെക്ടർ പൊതുവെ ഫേസ് ചെയ്യാൻ പോകുന്നത് ചൈനയിൽ നിന്നുള്ള റെയർ എർത്ത് മാഗ്നറ്റുകളുടെ ഷോർട്ടേജ് ആണ്. ചൈന ഇന്ത്യയിലേക്കുള്ള ചൈനയിൽ നിന്നുള്ള എക്സ്പോർട്ട് തൽക്കാലം ബാൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ഓട്ടോമൊബൈൽ പ്രൊഡക്ഷനിലൊക്കെ അടുത്ത ദിവസങ്ങളിൽ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ചൈന ഡിസിഷൻ മാറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെക്ടറിനെ സംബന്ധിച്ച് ഒരു വളരെ വളരെ നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. മറ്റ് രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെക്ടറിനെയാണ് കൂടുതൽ ഇത് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ ധാരാളം ചൈനീസ് കമ്പോണൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ ഡിസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്.
കീടെക്സ് നമുക്കറിയാം കേരളത്തിലെ ഗവൺമെൻറ്റുമായിട്ടുള്ള ഇഷ്യൂസിൻ്റെ പുറത്ത് തെലങ്കാനയിലേക്ക് പ്ലാന്റുകളൊക്കെ ഷിഫ്റ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ തുടങ്ങാൻ നിശ്ചയിച്ചിരുന്ന പ്ലാന്റുകൾ ഷിഫ്റ്റ് ചെയ്തിരുന്നു. ഇനി ആന്ധ്രാപ്രദേശിൽ നിന്നും കീടെക്സിന് ഇൻവിറ്റേഷൻ വന്നിരിക്കുകയാണ്. കീടെക്സ് ആന്ധ്രാപ്രദേശിലും ആരംഭിക്കാൻ പോവുകയാണ് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്. കീടെക്സിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ചെനാബ് ബ്രിഡ്ജ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ബ്രിഡ്ജാണ്. ചെനാബ് റിവറിന് മുകളിലാണ് ഈ ബ്രിഡ്ജ്. 359 മീറ്റർ മുകളിലാണ്. പ്രധാനമന്ത്രിയാണ് ഇനാഗ്രേറ്റ് ചെയ്തത്. ഇന്ത്യനെ സംബന്ധിച്ച് അഭിമാനമാണ്. അതേസമയം ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. ഷപ്പൂർജി പല്ലോൺജി ഗ്രൂപ്പിൻ്റെ ആഫ്കോൺസ് ഇൻഫ്രയാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. ആഫ്കോൺസ് ഇൻഫ്രനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം ഡെറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ ധാരാളം ഫോറിൻ ബൊറോയിങ്സ് ലിമിറ്റൊക്കെ കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ്. ലോങ് റണ്ണിൽ ആഫ്കോൺ ഇൻഫ്രനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ പ്രൊജക്റ്റുകളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ വളരെ വളരെ എക്സ്പെർട്ടൈസ് ഉള്ളൊരു കമ്പനിയും കൂടിയാണ് ആഫ്കോൺസ് ഇൻഫ്ര. ബജാജ് ഫിൻസർവ് കഴിഞ്ഞ ആഴ്ചയിൽ 1.8% സ്റ്റേക്ക് വിറ്റിരുന്നു. അത് ഗോൾഡ്മാൻ സാക്സ്, മോർഗൻ സ്റ്റാൻലി, അതുപോലെ തന്നെ SBI മ്യൂച്വൽ ഫണ്ട്, JP മോർഗൻ, സിറ്റി ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇതിലുള്ള. ബജാജ് ഫിൻസർവ് ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്. ലോങ് റണ്ണിൽ ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ടാറ്റാസ് ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള എയർ ഇന്ത്യ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്തിട്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എത്രയാണെന്നുള്ള കാര്യമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ ടാറ്റ ഗ്രൂപ്പ് കമ്പനീനെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവാണ്. ഹ്യൂജ് ലോസിൽ ഓടിയിരുന്ന ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു, ഗവൺമെൻറ് ഓൺഡ് കമ്പനിയായിരുന്നു എയർ ഇന്ത്യ. അതിനെ ടേക്ക് ഓവർ ചെയ്ത് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അടുത്ത വർഷങ്ങളിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതകളാണ് എയർ ഇന്ത്യയുടെ കോസ്റ്റ് കട്ടിംഗ് മെഷേഴ്സും മറ്റ് അഗ്രസീവ് മെഷേഴ്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ജെഫ്രീസ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ വീണ്ടും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. L&T, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, സീമെൻസ് ലിമിറ്റഡ്, KEI ഇൻഡസ്ട്രീസ്, ഡിഫൻസ്, പവർ റിലേറ്റഡ്, ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് കമ്പനികൾക്കൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള റിപ്പോർട്ടുകളാണ് ജെഫ്രീസ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവ് ന്യൂസാണ് ഈ സെഗ്മെൻറ്റിനെ സംബന്ധിച്ച്. ബജാജ് ഫിനാൻസ് ബോണസ് അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഒക്കെ അനൗൺസ് ചെയ്തിരുന്നു. ജൂൺ 16 റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു ഷെയർ 10 ഷെയറായിട്ട് മാറുകയാണ്. ഒരു ഷെയറിന് 4 ഷെയർ ബോണസ് ഇഷ്യൂ കിട്ടും. അതിനുശേഷം 2 രൂപയിൽ നിന്ന് അത് സ്പ്ലിറ്റ് ചെയ്ത് 1 രൂപയായിട്ട് മാറ്റാണ് ഫേസ് വാല്യൂ. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച്. ഒപ്പം RBIയുടെ റെപ്പോ റേറ്റ് കട്ട്, അതുപോലെ തന്നെ CRR റിഡക്ഷനൊക്കെ പൊതുവേ ബാങ്കിങ് സ്റ്റോക്കുകൾക്കും NBFC സ്റ്റോക്കുകൾക്കൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഒപ്പം നമ്മൾ RBI CRR കട്ട് നടത്തിയപ്പോൾ, അതുപോലെ തന്നെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ അനൗൺസ് ചെയ്തപ്പോൾ ഗോൾഡ് ലോൺ NBFCകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡിസിഷനാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ലോൺ ടു വാല്യൂ റേഷ്യോ ഇപ്പോൾ 75%. അത് 85% ഉയർത്തിയിരിക്കുകയാണ് 2.5 ലക്ഷം രൂപ വരെയുള്ള ഗോൾഡ് ലോണിന്മേൽ. അതായത് 2.5 ലക്ഷം രൂപ വരെയുള്ള ഗോൾഡ് ലോണിന്മേൽ ബോറോ ചെയ്യുന്ന ആൾക്ക് വാല്യൂവിൻ്റെ 85% ലോൺ കിട്ടും. 2.5 മുതൽ 5 ലക്ഷം വരെയാണെങ്കിൽ 80% ലോൺ ടു വാല്യൂ. 5 ലക്ഷത്തിന് മേലെ 75%. അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് അസസ്മെൻറ്റ് പർവ്യൂവിൽ നിന്ന് 2.5 ലക്ഷം രൂപ വരെ ഗോൾഡ് ലോണുള്ള എല്ലാ കൺസ്യൂമേഴ്സിനെയും ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗോൾഡ് ലോൺ കമ്പനികളെ സംബന്ധിച്ച് RBIയുടെ ഡിസിഷൻ വളരെ പോസിറ്റീവാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതുപോലെ തന്നെ മറ്റ് റെപ്പോ റേറ്റ് കട്ട്, CRR കട്ടിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ എല്ലാ NBFCകൾക്കും ലഭിക്കും. ബജാജ് ഫിനാൻസിൽ ലഭിക്കും. മണപ്പുറം, മുത്തൂറ്റ്, ഓൾറെഡി ഈ കമ്പനികളെല്ലാം തന്നെ നല്ല രീതിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ മുന്നേറിയിട്ടുണ്ട്. എന്നിരുന്നാലും അടുത്ത ദിവസങ്ങളിലും പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ ഈ സ്റ്റോക്കുകളിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി GRSC ധാരാളം ഓർഡേഴ്സ് ബാക്ക് ചെയ്തിട്ടുള്ള ഷിപ്പിംഗ് കമ്പനിയാണ്. വീണ്ടും 2 ടൈപ്പ് MOU അവർ MOU സൈൻ ചെയ്തിരിക്കുകയാണ്. ബെർഗ് പ്രൊപ്പൽഷൻ സ്വീഡനായിട്ടും അതുപോലെ തന്നെ സൺസ്റ്റോൺ ഡെൻമാർക്കായിട്ടാണ് ഈ MOUകൾ സൈൻ ചെയ്തിട്ടുള്ള. ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ് GRSCനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പുതിയ ഓർഡറുകൾ കൊടുക്കാൻ പോവുകയാണ് 3 ഷിപ്പിംഗ് കമ്പനികൾക്ക്. മസഗൺ ഡോക്ക്, ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡ്, GRSC.
GRSയുടെ ടോട്ടൽ ഓർഡർ സൈസ് വരുന്ന 6311.22 കോടി രൂപയാണ്. മസഗൻ ഡോക്കിൻ്റെ 8000 കോടി രൂപയാണ്. തീർച്ചയായിട്ടും ഈ ലിസ്റ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ട്, ധാരാളം ടൈഅപ്പുകൾ ഫോം ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. ഇപ്പോൾ ലോങ് റണ്ണിൽ ഷിപ്പിംഗ് സെഗ്മെൻറ്റിന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഡിഫൻസ് സെഗ്മെൻറ്റിൽ നിന്നൊക്കെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. JP അസോസിയേറ്റ്സ് ലാസ്റ്റ് ബിഡിംഗ് ഡേറ്റ് നാളെയാണ്. ധാരാളം ബിഡേഴ്സ് ഉണ്ട്, തീർച്ചയായിട്ടും അഡാനി ഉണ്ട്, അതുപോലെ തന്നെ പ്രമുഖ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ബിഡിംഗ് പ്രോസസ്സിന് ശേഷമുള്ള ഫർദർ പ്രൊസീഡിങ്സ് അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ SME അതുപോലെ തന്നെ മെയിൻ ബോർഡ് IPOs വീണ്ടും നല്ല റിവൈവലാണ് ഈ സെഗ്മെൻറ്റിലൊക്കെ കാണുന്നത്. NSEയിൽ പുതിയൊരു IPO വരുന്നുണ്ട്. മോണോലിച്ചീസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. തീർച്ചയായിട്ടും റാമിംഗ് മാസ്, അതായത് സ്റ്റീല് മാനുഫാക്ചറിങ്ങിലൊക്കെ ഉണ്ടാക്കുന്ന റിഫ്രാക്ടറീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഈ IPO 143 രൂപയാണ്. അപ്പർ പ്രൈസ് ബാൻഡ് 1000 മാർക്കറ്റിലോട്ട്. ജൂൺ 12 ആരംഭിച്ച് 16 അവസാനിക്കുന്നത്. നല്ലൊരു IPO ആണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. വളരെ കുറവ് ഡെറ്റുള്ള ഒരു കമ്പനിയും കൂടി തന്നെയാണ്. ഈ IPOയിൽ NSE SME IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് മോണോലിച്ചീസ് ഇന്ത്യ ലിമിറ്റഡിൽ അപ്ലൈ ആവുന്നതാണ്. കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ ഒരു മെയിൻ ബോർഡ് IPO ജൂൺ 13 മുതൽ 17 വരെ വരുന്നുണ്ട്. ഓസ്വാൾ പമ്പ്സ് ഡൈവേഴ്സിഫൈഡ് പമ്പ് പോർട്ട്ഫോളിയോയിലൊരു കമ്പനിയാണ്. സോളാർ പമ്പുകളിലൊക്കെ വളരെ എക്സ്പെർട്ടൈസ് ഉള്ളൊരു കമ്പനിയാണ്. 17 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട്സും നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിലുള്ള ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. 1 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. ഒപ്പം NSEയിൽ നാളെ ആരംഭിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് കമ്പനിയുണ്ട്. സച്ചിറോം ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. 1200 മാർക്കറ്റിലോട്ട്. 102 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഫണ്ടമെൻ്റൽ പോയിന്റ് ഓഫ് വ്യൂവിലും അതുപോലെ തന്നെ മറ്റ് ഇൻഡസ്ട്രി പിയർ കമ്പാരിസനൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് സച്ചിറോം ലിമിറ്റഡ്. ഇത് ഫ്രാഗ്രൻസസും അതുപോലെ തന്നെ സെൻറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ്. അപ്പോൾ ഈ 3 IPOസും ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPOs ആണ്. തങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി അനുസരിച്ച് ഇത്തരത്തിലുള്ള IPOസിലൊക്കെ അപ്ലൈ ആവുന്നതാണ്. ഇനി ഈ ആഴ്ച നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മേജർ ഡിസിഷൻസൊക്കെ വന്നു കഴിഞ്ഞു. RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ വന്നു കഴിഞ്ഞു. വളരെ ഫേവറബിളാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. ഇനി ഈ ആഴ്ച ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കൺട്രികളിലും ഇൻഫ്ലേഷൻ ഡാറ്റ വരികയാണ് ഈ ആഴ്ച അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട്. ഒപ്പം US ഫെഡിൻ്റെ മീറ്റിംഗ് വരുന്നുണ്ട് ജൂൺ 17-18 തീയതികളിൽ. അടുത്ത ആഴ്ചയിലാണ് ഈ ഡിസിഷൻസ്. പൊതുവേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ ആഴ്ച ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് തന്നെയാണ്. നിഫ്റ്റിയും സെൻസസും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നിഫ്റ്റി ഒരു പക്ഷേ 25,500 ക്രോസ് ചെയ്ത് മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ സെൻസസ്, ബാങ്ക് നിഫ്റ്റി, എല്ലാ ഇൻഡെക്സുകളും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. RBI മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ നിന്ന് ഡിസിഷനിൽ നിന്ന് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൾമോസ്റ്റ് എല്ലാ സെക്ടറിനും ഉണ്ട്. എന്നിരുന്നാലും പൊതുവെ സെക്ടർ സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ, റിയൽ എസ്റ്റേറ്റ് ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റിലൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് കാണുന്നത്. ഈ ഇമ്പാക്റ്റ് ഓൾറെഡി നമ്മൾ വെള്ളിയാഴ്ച പല സ്റ്റോക്കുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇനി Q4 റിസൾട്ടുകൾ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികൾ, അതുപോലെ തന്നെ താരിഫ് റിലേറ്റഡ് പോസിറ്റീവ് ഇമ്പാക്റ്റ്, താരിഫ് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ സെറ്റിൽ ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഇപ്പോഴത്തെ ഗ്ലോബൽ ഡിസ്കഷൻസൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നല്ല ഡേയ്സ് ആണ് ഹെഡ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പ്രൊജക്റ്റ് ചെയ്തിരുന്ന രീതിയിൽ ദീപാവലിക്ക് മുമ്പ് നമ്മുടെ നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണുള്ളത്. ഈ ആഴ്ച മിക്കവാറും നിഫ്റ്റി 25,500 ഉയരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഡേയ്സ് ആണ് നമുക്കുള്ളത്. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക. നല്ല സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ളൊരു ഡിസിഷൻ എടുക്കുക. നമ്മുടെ മാർക്കറ്റിൻ്റെ ഭാവി വളരെ ശോഭനാണ്. ഇനി വലിയ രീതിയിൽ വലിയ സംഘർഷങ്ങളൊക്കെ ഗ്ലോബലി പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായേക്കാം. അല്ലാത്ത പക്ഷം
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ മാർക്കറ്റ് പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്യാനുള്ള ഒരു മൂവ്മെൻറ്റിലാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.